വിജയ്ക്ക് പിന്തുണയുമായി കമൽഹാസനും പ്രകാശ് രാജും. ഭൂരിപക്ഷം തെളിയിക്കാൻ ടി.വി.കെക്ക് ഗവർണർ അവസരം നൽകണമെന്ന് കമൽഹാസൻ. തമിഴ്നാട്ടിലെ ജനവിധിയെ ഗവർണർ മാനിക്കുന്നില്ല എന്നാണ് കമൽഹാസന്റെ വിമർശനം. ഗവർണറുടെ നിലപാട് ഭരണഘടനാ വിരുദ്ധമെന്നാണ് പ്രകാശ് രാജിന്റെ പ്രതികരണം. സുജിത് ചന്ദ്രൻ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. സുജിത്, കൂടുതൽ ആളുകൾ, പ്രത്യേകിച്ചും കമൽഹാസനും പ്രകാശ് രാജും അടക്കമുള്ള പ്രമുഖരായിട്ടുള്ള ആളുകളൊക്കെ വിജയ്ക്ക് പിന്തുണയുമായി എത്തുന്നു. ഇത്തരം ആളുകളുടെ അഭിപ്രായം, ഇവർ എല്ലാം വിജയ്ക്ക് പിന്തുണയുമായി എത്തുന്നത് ഏത് രീതിയിലാകും ഗവർണർ സ്വീകരിക്കുക? ഇപ്പോഴും ഗവർണർ ആ 118 എന്നുള്ള നമ്പറിലേക്ക് എത്തിയില്ല എന്നുള്ള കാരണം തന്നെയാണ് വിജയോട് പറയുന്നത്. അപ്പോൾ കൂടുതൽ ആളുകൾ വിജയ്ക്ക് പിന്തുണയുമായി എത്തുമ്പോൾ എങ്ങനെയാണ് ഇനി കാര്യങ്ങൾ നടക്കുക? ഏതായാലും ഗവർണർ അദ്ദേഹത്തിന്റെ കടുംപിടുത്തം തുടരുകയാണ്. ഇപ്പോൾ പറഞ്ഞതുപോലെ ടി.വി.കെക്ക് ഗവർണർ ഒരു അവസരം നൽകണമെന്ന് കമൽഹാസൻ പറയുന്നു. തമിഴ്നാട്ടിലെ ജനവിധിയെ ഗവർണർ മാനിക്കുന്നില്ല എന്നാണ് DMK സഖ്യകക്ഷി കൂടിയായിട്ടുള്ള കമൽഹാസന്റെ വിമർശനം. ഗവർണറുടെ നിലപാട് ഭരണഘടനാ വിരുദ്ധമെന്ന് പ്രകാശ് രാജ് പറയുന്നു. ഇതേ നിലപാട് തന്നെ ഏറെക്കുറെ ഈ വാക്കുകളിലൂടെ അല്ലെങ്കിലും ആവർത്തിക്കുകയായിരുന്നു സ്റ്റാലിൻ ചെയ്തത്. അത് തന്നെയാണ് അല്പം മുമ്പ് MAV പറഞ്ഞത്. ഈ CPI തമിഴ്നാട് സെക്രട്ടറിയായ M വീരപാണ്ഡ്യനും രാവിലെ പറഞ്ഞത് ഇത് തന്നെയാണ്. അതായത് ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാണ് വിജയ്ക്ക് ഭൂരിപക്ഷം തെളിയിക്കാനുള്ള അവസരം കൊടുക്കണം. അതിനർത്ഥം CPM-ഓ CPI-യോ കമൽഹാസനോ ഒന്നും ഈ കമൽഹാസൻ ഏതായാലും MLA ഇല്ല, CPM-ഓ CPI-യോ പിന്തുണയ്ക്കുന്നു എന്നല്ല ഈ ഘട്ടത്തിൽ വിജയെ. പക്ഷേ അവസരം കൊടുക്കണം. അതായത് ഗവർണറുടെ മുമ്പിൽ MLA-മാരെ നിരത്തി നിർത്തി പരേഡ് കാണിച്ചിട്ടല്ല ഇത്തരത്തിൽ അവർ ഒരു ഭൂരിപക്ഷം അല്ലെങ്കിൽ ഉണ്ടോ എന്ന് തെളിയിക്കേണ്ടത്. ഇവിടെ ഒരു മൂവ്മെൻറ്റ് കാണുന്നുണ്ട്. എനിക്ക് തോന്നുന്നു വിജയുടെ ഓഫീസാണിത് കേട്ടോ. പട്ടിണപ്പാക്കം വിജയുടെ ഓഫീസിൻ്റെ മുമ്പിലാണുള്ളത്. വിജയ് തിരക്കിട്ട ചർച്ചകളിലാണ് അവിടെ. ഞാൻ പറഞ്ഞു വന്നത്, അതായത് ഗവർണറുടെ മുമ്പിൽ MLA-മാരെ നിരത്തി നിർത്തിയിട്ടല്ല ഭൂരിപക്ഷം തെളിയിക്കേണ്ടത്, സഭയിലാണ് തെളിയിക്കേണ്ടത്. അതാണ് ഭരണഘടനാപരമായിട്ടുള്ള കീഴ്വഴക്കവും ഭരണഘടനാപരമായിട്ടുള്ള ഉത്തരവാദിത്വം ഗവർണർ നിർവഹിക്കേണ്ടതും മുമ്പ് രാഷ്ട്രപതിയും ഗവർണർമാരും ഒക്കെ നിർവഹിച്ചിട്ടുള്ളതും. ഇപ്പോൾ അല്പം മുമ്പ് ശരത്ത് വാജ്പേയി സർക്കാരിൻ്റെ കാലത്ത് KR നാരായണൻ എടുത്ത ആ നിലപാട് പറഞ്ഞല്ലോ. അല്ലെങ്കിൽ ഗോവയുടെ കാര്യത്തിൽ ഗവർണർമാർ ഒരു നിലപാട് സ്വീകരിച്ചപ്പോൾ സുപ്രീം കോടതികൾ വരെ തിരുത്തിയിട്ടുണ്ട്. ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയെ സർക്കാർ രൂപീകരിക്കാൻ ക്ഷണിക്കുന്നതാണ് മര്യാദ, മാനദണ്ഡം, കീഴ്വഴക്കം. അങ്ങനെ ക്ഷണിക്കണം എന്നാണ് ഇപ്പോൾ തമിഴ്നാട്ടിലെ പ്രതിപക്ഷ ഭരണപക്ഷ വ്യത്യാസമില്ല. അതായത് ADMKയുടെ ഭാഗത്തുനിന്ന് ഇതുവരെ അങ്ങനെ ഒരു നിലപാട് കാര്യമായിട്ട് വന്നിട്ടില്ലെങ്കിലും ഇപ്പോൾ കമൽഹാസൻ പറഞ്ഞിരിക്കുന്നു. തമിഴ്നാട്ടിൽ വലിയ അഭിപ്രായ നിലപാടുകളൊക്കെ സ്ഥിരം പറയാറുള്ള പുറത്തൊരു മൂവ്മെൻറ്റ് കാണുന്നുണ്ട്. ഏതായാലും വിജയ് ഉള്ളിലേക്ക് പോയിട്ടുണ്ട്. അല്പസമയത്തിനുള്ളിൽ വിജയ് അദ്ദേഹത്തിൻ്റെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിലേക്ക് പോകുമെന്നാണ് അറിയുന്നത്. ഇത് ചെന്നൈ പട്ടിണപ്പാക്കത്തുള്ള വിജയുടെ പാർട്ടി ഓഫീസാണ്. വിജയ് ഉള്ളിലുണ്ട്. ഗവർണറെ കണ്ടതിന് ശേഷം നേരെ അദ്ദേഹം അകത്തേക്കാണ് പോയത്. അതിന് പിന്നാലെയാണ് ആർലേക്കർ നിലപാട് ആവർത്തിച്ചത്. 118 എന്ന സംഖ്യയിൽ എത്താതെ 118 പേരുടെ പിന്തുണ കാണിച്ചുകൊണ്ടുള്ള കത്ത് നൽകാതെ വിജയെ ക്ഷണിക്കില്ല എന്നാണ് ഗവർണർ പറയുന്നത്. അപ്പോൾ അതിലുള്ള ഒരു പ്രശ്നം, ഭരണഘടനാപരമായ പ്രശ്നം, സഭയിൽ ഭൂരിപക്ഷം തെളിയിക്കുന്നതിന് മുമ്പ് ഗവർണറുടെ മുമ്പിൽ ഭൂരിപക്ഷം തെളിയിക്കണമെന്ന് ഗവർണർ ആവശ്യപ്പെടുന്ന തരത്തിലാണ് ഈ കാര്യങ്ങൾ നീങ്ങുന്നതെന്നും അത് ഭരണഘടനാ വിരുദ്ധമാണെന്നുമാണ് ഇപ്പോൾ പൊതുവെ അഭിപ്രായം ഉയർന്നു വരുന്നത്. ഏതായാലും ഗവർണർ കടും പിടുത്തം തുടരുന്ന സ്ഥിതിക്ക് തമിഴ്നാട്ടിലെ സർക്കാർ രൂപീകരണ ശ്രമങ്ങൾ വിജയുടേത് നീളും എന്നുറപ്പാണ്. ഇന്ന് എല്ലാ തയ്യാറെടുപ്പുകളും നടന്നായിരുന്നു ജവഹർലാൽ നെഹ്റു ഇൻഡോർ സ്റ്റേഡിയത്തിൽ. പക്ഷേ അവിടെ ഇപ്പോൾ തയ്യാറെടുപ്പുകളൊക്കെ നിർത്തിവച്ചിരിക്കുകയാണ്. നാളെയും ഈ ചടങ്ങ് നടക്കുമോ എന്നുള്ള കാര്യം ഈ ഘട്ടത്തിൽ ഏതായാലും അനിശ്ചിതത്വത്തിലാണ്. ഉറപ്പില്ല. സ്വാതി. ശരി സുജിത്ത്, എന്തായാലും തമിഴ്നാട്ടിലും അതിനാടകീയമായിട്ടുള്ള സംഭവങ്ങൾ, ഒരു സർക്കാർ രൂപീകരിക്കാൻ ഇനിയും സമയമെടുക്കുമെന്നുള്ളതാണ്. വിജയ് മുഖ്യമന്ത്രിയാകുമോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ആകാംക്ഷ നിലനിൽക്കുന്നു.